ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും പിന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഒഴിവാക്കിയിട്ട് തിരിച്ചു വരുമോ എന്നുള്ള റീഡിംഗ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാവേ. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ദ മൂൺ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡാണ്. ഇതിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഇൻസെക്യൂരിറ്റി, കൺഫ്യൂഷൻ, ഡൗട്ട് എന്നൊക്കെയുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാം 100% സ്റ്റേബിൾ ആണെന്ന് ഒന്നും തോന്നുന്നൊന്നുമില്ല. ചില കാര്യങ്ങൾ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു സത്യം പുറത്തു വരുമോ എന്ന ഭയവും ഈ ഒരു തേർഡ് പാർട്ടിയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വന്നിട്ടുള്ള കാർഡ് 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്കവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു 3 കപ്പ് പിടിച്ചിട്ട് 3 പേര് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാർഡ് പറയുന്നത് ഇതൊരു സെലിബ്രേഷൻ കാർഡാണ്. ആ കാർഡ് വന്നതുകൊണ്ട് ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫിസിക്കൽ ഹാപ്പിനെസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവർ നല്ല സന്തോഷത്തിലാണെന്നാണ് പറയുന്നത് ഫിസിക്കലായിട്ട്. പക്ഷേ ഡീപ്പായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല എന്നാണ്. പുറത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ കാണിക്കും, പക്ഷെ ഉള്ളിൽ ഭയങ്കര ഒരു അനിശ്ചിതത്വം ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളോടിവിടെ ഈ ഒരു കാർഡുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്കിവിടെ വന്നിട്ടുള്ള ഒരു കാർഡ് എന്ന് വെച്ചാൽ 6 ഓഫ് സ്വോർഡ്സ് ആണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു അകന്നു പോകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഗ്രാജ്വലി ഡിസ്റ്റൻസ് ഉണ്ടാകുന്ന ഒരു സൂചനയാണ് നമുക്ക് ഈ ഒരു കാർഡ് തരുന്നത്. പക്ഷേ ഇൻസ്റ്റൻറ്റ് ബ്രേക്കൊന്നുമല്ല, പെട്ടെന്നുള്ളൊരു ബ്രേക്കൊന്നുമല്ല, പക്ഷേ സ്ലോലി സെപ്പറേഷൻ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. അത് മെല്ലെ മെല്ലെ ആ ഒരു സെപ്പറേഷൻ ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഈ ഒരു കാർഡ് നമുക്കിവിടെ സൂചിപ്പിച്ച് തരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഒരു കാർഡെന്ന് വെച്ചാൽ ക്യൂൻ ഓഫ് പെന്തക്കിളാണ്. അത് നിങ്ങളെ ഉദ്ദേശിച്ചാണ് ആ ഒരു കാർഡ് പറയുന്നത്. ആ ഒരു വ്യക്തി, ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ നിങ്ങളെ ഒരു വൈഫിൻ്റെ എനർജി, ആളുടെ ഒരു ഭാര്യ എന്നുള്ളൊരു എനർജിയിലും കൂടി നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. അത് യൂണിവേഴ്സാണ് ആ ഒരു വ്യക്തിയിലേക്ക് ഇങ്ങനത്തെ ഒരു എനർജി ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയിലേക്ക് ഒരു എനർജി ഷിഫ്റ്റ് ചെയ്ത് കൊടുത്ത, അതായത് നിങ്ങൾ എത്രയും സ്ഥിരതയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഈ ഒരു വ്യക്തിയിലേക്ക് അങ്ങനത്തെ ഉള്ള ഒരു എനർജി ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു എന്നാണ് ഈ ഒരു കാർഡ് നമ്മളെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ബോട്ടം എനർജി വന്നിട്ടുള്ളത് ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു കാർഡാണ്. ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് നമ്മളെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പുതിയതായിട്ടൊരു ഇമോഷണൽ ബിഗിനിങ്, അതായത് ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനാവും. പിന്നെ നിങ്ങൾക്കൊരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ്. അതായത് ഒരു പുതിയ ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അപ്പോൾ അതാണ് ഇതിപ്പോൾ ഈ ഒരു 2 കാർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാർഡാണ്. പിന്നെ നമ്മൾ നോക്കിയത് തേർഡ് പാർട്ടിയുടെ എനർജിയാണ്. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാലും തേർഡ് പാർട്ടിയുടെ അവസ്ഥ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിപ്പോൾ ഈ 2 കാർഡ് വന്നിട്ടുള്ളത് നിങ്ങളെക്കുറിച്ചാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പുതിയൊരു ബിഗിനിങ് വരുന്നുണ്ട്, നിങ്ങളിലേക്ക് ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു സ്നേഹം തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മളിവിടെ നോക്കിയത് തേർഡ് പാർട്ടീനെ ഒഴിവാക്കിയ പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ളൊരു ഇതും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ആൻസർ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കാർഡുകൾ പറയുന്നത് പെട്ടെന്ന് ഒന്നും നിങ്ങളുടെ പേഴ്സൺ ആ തേർഡ് പാർട്ടീനെ ഒഴിവാക്കി വരില്ല എന്നാണ്. പക്ഷേ ക്രമേണ ഒരു റിയലൈസേഷൻ ഉണ്ടാവും ആ ഒരു പേഴ്സണ്. പിന്നെ ഇമോഷണൽ ക്ലാരിറ്റി വന്നതിന് ശേഷം ഒരു കോണ്ടാക്റ്റ്, റിട്ടേൺ എനർജിയൊക്കെ ശക്തമാണെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. പിന്നെ വേറെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ 6 ഓഫ് സോർഡ്സ് പ്ലസ് ഏസ് ഓഫ് കപ്സ് എന്നുള്ളൊരു 2 ആ കാർഡുകൾ സൂചിപ്പിക്കുന്നത് പഴയ കൺഫ്യൂഷൻ വിട്ടിട്ട് പുതിയ ഇമോഷണൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. പഴയ ആ ഒരു സർക്കിൾ അവസാനിച്ചിട്ട് പുതിയ ഒരു ഇത് തുടങ്ങുന്നു എന്നാണ്
പറയുന്നത്. അപ്പം പുതിയൊരു ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു പിന്നെ ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പഴയ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒഴിവാക്കി പുതിയ ഒരു ഇതിലേക്ക് ആ ഒരു പേഴ്സൺ വരുമെന്നാണ് പറയുന്നത്. അത് പെട്ടെന്നല്ല, മെല്ലെ മെല്ലെ അത് നിങ്ങളുടെ ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഈ മൂൺ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും ശരിക്കും ഉള്ള സത്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ എന്തൊക്കെയോ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലുമോ സത്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സത്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അതിന് ഏകദേശം ഒന്നോ അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ അത് മെല്ലെ മെല്ലെ ആ ഒരു സത്യങ്ങളൊക്കെ പുറത്ത് വരും എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ ക്രമേണ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റിട്ടേൺ എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കോണ്ടാക്റ്റ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരും യെസ് യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഈ ഒരു റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം ഒന്നും നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. അല്ലാത്തത് നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പിന്നെ ഇത് ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് ആ ഒരു ടൈമിൽ നിങ്ങൾക്കിത് വാലിഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നന്ദി, നമസ്കാരം.